ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു നേരെ റൂമിലേക്ക് വന്നതിന് ശേഷം ശാലിനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വിഷ്ണുവിന്റെ മനസ്സിനെ അലട്ടുന്നു. കമലൻ വീട്ടിലേക്ക് ഓടിക്കയറി വന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നു വിഷ്ണുവിന്റെ മനസ്സിലേക്ക് ആ നിമിഷം കടന്നു വന്നത്. ഇതേസമയം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ശാലിനിയുടെ മുന്നിൽ ശാരദാമ്മ നൂറുകൂട്ടം ചോദ്യങ്ങളുമായി എത്തുന്നു. ശാരദാമ്മയോട് തന്റെ നാടിൽ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം താൻ ചെയ്തതെന്നും തന്റെ നാടിന് വേണ്ടിയുള്ള ഒരു കാര്യത്തിലാണ് താൻ പോയത് എന്നും കേന്ദ്രത്തിൽ നിന്നുള്ള തീരുമാനമായിരുന്നുവെന്നും കേന്ദ്രത്തിൽ നിന്നുള്ള ഇത്തരം ഇടപെടൽ ഉണ്ടാകുമ്പോൾ വ്യക്തമായി നമ്മൾ മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങളെ വെള്ളത്തിലാക്കുന്ന പണിയായി തീരും. അവരെ സേവിക്കുന്നതിന് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം തെരഞ്ഞെടുത്തത് എന്ന് ശാലിനി ശാരദാമ്മയോട് പറയുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു മീറ്റിംഗിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ ശാലിനിയുടെ കയ്യിൽ കടന്നു പിടിക്കുന്നു. എടി മോളെ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഇവിടെയുള്ള നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മോളെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി നീ ഒരു അല്പനേരമെങ്കിലും മാറ്റിവെക്കണ്ടേ മോളെ എന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നു. അങ്ങനെയൊന്ന് ചെയ്യാനല്ലേ ഞാൻ നിന്നോട് ചോദിച്ചുള്ളൂ. നാട് മുഴുവൻ നീ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കാനല്ലല്ലോ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ നിന്റെ ജീവിതത്തെ കൂടി നീ അതൊന്ന് ഓർക്കണ്ടേ എന്ന് പറയുമ്പോ ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു, അമ്മേ, എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു മോഹം വന്നിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നാളും. അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, വിഷ്ണുവേട്ടൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം എന്റെ മനസ്സിലേക്ക് കടന്നു വരാതിരുന്ന കാലത്താണ് IAS എന്ന ഈ പദവിയെക്കുറിച്ച്, ഇങ്ങനെ ഒരു സ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തയും ആഗ്രഹവും എന്റെ മനസ്സിലേക്ക് എത്തിച്ചേർന്നത്. അന്ന് ആ കുട്ടിക്കാലത്തെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അമ്മയെയും 3 പെൺമക്കളെയും തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു പുരുഷ രൂപം മാത്രമാണ് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അന്ന് മനസ്സിൽ കോറിയിട്ടതാണ്. അന്ന് കരുത്ത് പകർന്ന് ഓരോ നിമിഷവും ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം അതിനായി പ്രയത്നത്തിലൂടെ അതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തിയിരുന്നത്. അന്നത്തെ സമയത്ത് വിഷ്ണുവേട്ടൻ എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. വിഷ്ണുവേട്ടൻ എന്നൊരു ചിത്രമോ കുടുംബം എന്നൊരു സങ്കല്പമോ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല അന്നത്തെ ആ ഒരു സമയത്ത്. ഇന്ന് ഇവിടെ ദുരിതം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വന്തം കൂടപ്പിറപ്പിനെയോ സ്വന്തം രക്തബന്ധത്തിലുള്ളവരെയോ നഷ്ടപ്പെട്ടു പോയ ആളുകൾ പലരും ഈ നാട്ടിലുണ്ടാവും. അന്നത്തെ ആ ശാലിനിയെ പോലെ ഒരു പെൺകുട്ടി ഉണ്ടാവും. ചിലപ്പോ കടലിൽ പോയ തന്റെ അച്ഛനെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഇന്നത്തെ ഈ ദുരിതം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ, അതുപോലെ തന്നെ മണ്ണിനടിയിൽപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽ സ്വന്തം കൂടപ്പിറപ്പങ്ങളെ തേടി നിൽക്കുന്ന ഒരു അന്നത്തെ ശാരികയെ പോലെയുള്ള ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ തന്റെ മക്കളെ എവിടെ പോയി എന്നറിയാതെ, പ്രളയത്തിൽ അവരെങ്ങോട്ട് ഒലിച്ചു പോയെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു ശാരദാമ്മയുണ്ടാകും ഇന്ന് ഈ പറയുന്നവരുടെ കൂട്ടത്തിൽ. അങ്ങനെയുള്ള അവരെയെല്ലാം കൈവിട്ട് കളയാൻ എന്നെ കൊണ്ട് കഴിയുമായിരുന്നില്ലമ്മേ. അവരെയൊക്കെ വീണ്ടും ദുരിതത്തിലേക്ക് ആഴ്ത്തിവിടുന്ന തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അവരെ സേവിക്കുന്നതിന് വേണ്ടി, അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുള്ള, എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയല്ലേ അമ്മേ ഞാൻ ഈ ഒരു സ്ഥാനം നേടിയെടുത്തതും ഇങ്ങനെയൊരു സ്ഥാനത്തേക്ക് വരാനായി പ്രയത്നിച്ചതുമെന്ന് ശാലിനി ശാരദാമ്മയോട് പറഞ്ഞു. അതെല്ലാം കേട്ട് ശാലിനിയുടെ വാക്കുകളൊക്കെ കേട്ട് കഴിയുമ്പം, എടി മോളെ, അമ്മ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് ശാരദാമ്മ മോളെ കുറ്റപ്പെടുത്താനല്ല ശ്രമിച്ചത് എന്ന് ശാലിനിയെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശാരദാമ്മ ശ്രമിക്കുമ്പോൾ ശാലിനി ശാരദാമ്മയുടെ കയ്യിൽ കടന്നു പിടിക്കുന്നു. അമ്മേ, എനിക്കറിയാം അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന്. അമ്മ വിഷമിക്കേണ്ട. വിഷ്ണുവേട്ടനെ ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. വിഷ്ണുവേട്ടൻ എൻ്റെ ജീവനാണമ്പേ, എൻ്റെ ജീവൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവനെ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. അതിനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇപ്പോ പെണ്ണ് കാണൽ ചടങ്ങല്ലേ അമ്മേ നടന്നിട്ടുള്ളൂ. ഉറപ്പീര് ഈ വിവാഹ നിശ്ചയം അതെന്തായാലും നടക്കാൻ പോകുന്നില്ലമ്മേ. ഈ ശാലിനിക്ക് ജീവനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അവിടെ നിന്ന് പോകുമ്പോൾ ശാരദാമ്മ ആശ്വാസത്തോടു കൂടി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും
എന്തായിരിക്കും ഇനി തന്റെ മോളുടെ ജീവിതത്തിൽ സംഭവിക്കുക, അവൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ ശാരദാമ്മ ആശങ്കപ്പെട്ട് അങ്ങനെ അവിടെ ഇരുന്നു. അപ്പോഴും വിഷ്ണു തന്റെ റൂമിൽ ശാലിനിയെ കുറിച്ച് കമലം പറഞ്ഞ വാക്കുകൾ മാത്രം മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയും, എവിടെയായിരിക്കും, എന്തായിരിക്കും, എവിടെ വെച്ചായിരിക്കും കമലം ശാലിനിയെ കണ്ടത്, അയാൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആലോചനകൾ വിഷ്ണുവിന്റെ മനസ്സിനെ അലട്ടുമ്പോൾ തന്റെ മകന്റെ മനസ്സ് തകർന്നു പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പാവം അച്ഛൻ രാഘവൻ നായർ വിഷ്ണുവിന്റെ റൂമിലേക്ക് വന്നെത്തി. അച്ഛൻ വാതിക്കലേക്ക് വന്നത് കണ്ട് വിഷ്ണു വേഗം എഴുന്നേറ്റ് അച്ഛനെ ആ ബെഡിലേക്ക് പിടിച്ചിരുത്തുമ്പോ അച്ഛൻ തനിച്ച് എന്ന് വിഷ്ണു ചോദിക്കുന്നത് കേട്ട് രാഘവൻ നായർ പറഞ്ഞു, മോനെ, എല്ലാവരും ഈ ലോകത്തിൽ തനിച്ചല്ലേടാ. ഒരു രീതിയിൽ അത് തനിച്ച് തന്നെയാണെന്ന് വേണം പറയാൻ. ദാ ഇവിടെ ഈ റൂമിൽ മുകളിൽ നീ ഇവിടെ തനിച്ച്, താഴെ ഞാനും തനിച്ച്. ഭാമ കൂട്ടിനുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ലോകത്താണ്. ഭാമ അവളുടേതായ ലോകത്തും ഞാൻ എന്റേതായ ലോകത്തും. എന്നാൽ അവളുടെ ലോകത്തേക്കോ എന്റെ ലോകത്തേക്കോ കടന്നു വരാൻ ഒരാൾക്ക് ഒരാളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ അനുവാദമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ എന്തോ അതിന് കാലം അനുവദിച്ചില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുവാദത്തിന്റെ ആവശ്യമില്ലെന്നറിയാമെങ്കിൽ പോലും അതങ്ങനെ ആയിപ്പോയി മോനെ, അതാണ് സത്യം. ഇനിയിപ്പോ ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാനുമാവില്ല മോനെ. അച്ഛൻ ഓർത്തു പോയത് അച്ഛന്റെ ആ പഴയ ജീവിതമായിരുന്നു. സത്യത്തിൽ അച്ഛനമ്മമാരുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്, അവരുടെ മനസ്സിൽ എപ്പോഴും അവരുടെ ചിന്ത ഏതു നേരവും അവരുടെ മക്കളെ കുറിച്ചാണ്. സത്യത്തിൽ മോനൊരു കാര്യം മനസ്സിലാക്കണം, ഓരോ അച്ഛനും അമ്മയും അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവർക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയാതെ പോയ കാര്യങ്ങൾ അവരുടെ മക്കളിലൂടെ നേടിയെടുക്കുക, അതിനാണ് അവർ ജീവിക്കുന്നതും, അതാണ് അവരുടെ ലക്ഷ്യവും. അവർ എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ മക്കൾ തന്നെയാണ് അവരുടെ ലോകം. സത്യത്തിൽ മോനെ, നീ ഒരു കാര്യം അറിയാവോ? എനിക്ക് 15 വയസ്സുള്ളപ്പോ എനിക്ക് അന്ന് സൈക്കിൾ ചവിട്ടാനായി വലിയ മോഹമായിരുന്നു. പക്ഷെ അന്ന് വാടകയ്ക്ക് സൈക്കിൾ തരുന്ന സ്ഥലങ്ങളിൽ 1 മണിക്കൂറിന് 1-2 രൂപയൊക്കെ ആയിരുന്നു. അതുപോലുമില്ലാതെ വിഷമിച്ചിരുന്ന കാലം. എന്നാൽ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു സങ്കടമോ അങ്ങനെ ഒരു വിഷമം ഉണ്ടാകരുതെന്ന് കരുതി എൻ്റെ മക്കൾ അത് മോഹിക്കുന്നതിന് മുൻപ് തന്നെ, അത് ആഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് നേടിക്കൊടുത്തു. അതാണ് മക്കളുടെ ആഗ്രഹങ്ങൾ നേടിക്കൊടുത്തും അവരുടെ ഇഷ്ടങ്ങൾ സഫലമാക്കി കൊടുത്തും അങ്ങനെ സന്തോഷം കണ്ടെത്തുകയാണ് അച്ഛനമ്മമാരുടെ ലക്ഷ്യം. അത് അവരുടെ സ്വർഗമാണ്. അങ്ങനെ മക്കളെ സന്തോഷിപ്പിക്കുക, അവരുടെ സന്തോഷകരമായ ജീവിതവും അവരുടെ സമാധാനപൂർണമായ ജീവിതവുമാണ് ഓരോ അച്ഛനമ്മമാരുടെയും സ്വപ്നവും അവരുടെ സന്തോഷവും. അത് ജീവൻ പോകുന്നത് വരെ എന്ന് രാഘവൻ നായർ വിഷ്ണുവിനോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ടു നിന്ന വിഷ്ണു അച്ഛാ എന്ന് വിളിച്ചതും രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ, എനിക്കറിയാം നിന്റെ മനസ്സിന്റെ വേദന എത്രത്തോളമാണെന്ന്. എന്നാലും അച്ഛൻ വിശ്വസിക്കുന്നു നിന്റെ പെണ്ണ് ശാലിനി അവൾ ഈ നാട്ടിലുണ്ട് എന്ന്. എങ്കിലും അച്ഛൻ ചോദിക്കട്ടെടാ, അവള് ഈ നാട്ടിലുണ്ടെങ്കിലും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷകരമായ ജീവിതം ലഭിച്ചു എന്ന് ആശ്വസിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പ്രീതിയുടെ കാര്യത്തിൽ അവളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പയ്യനെയാണ് അവൾക്ക് ലഭിച്ചത്. നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. പക്ഷെ ഇപ്പോ എടാ മോനെ, കമലം പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അച്ഛന് ഒരു സംശയം, എൻ്റെ പൊന്നുമോന്റെ ജീവിതത്തിലേക്ക് അവൾ ഇനിയും മടങ്ങി വരുവോടാ? അതാണ് അച്ഛൻ അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ അച്ഛൻ അവൾ എവിടെയാണെങ്കിലും ഈ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ വിഷ്ണു രാഘവൻ നായരോട് പറഞ്ഞു, അച്ഛാ എന്ന് വിളിച്ചതും രാഘവൻ നായർ വിഷ്ണുവിനെ നോക്കി പറഞ്ഞു, എടാ മോനെ, നമ്മുടെ ജീവിതത്തിൽ ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നിപ്പോയാൽ പിന്നെ അത് പട്ടടയിലേക്ക് എടുക്കുന്നത് വരെ ആ ഇഷ്ടം കൂടെ ഉണ്ടാകും. അതാണ് അച്ഛൻ്റെ ഒരു അനുഭവം. എന്നാൽ പെണ്ണുങ്ങളുടെ മനസ്സ് അതെന്തോ അച്ഛനങ്ങ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അത് പിടികിട്ടുന്നില്ല. എടാ മോനെ, എൻ്റെ പൊന്നുമോനോട് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ചോദിച്ചത്. ശാലിനി ഈ നാട്ടിലുണ്ടെങ്കിൽ എൻ്റെ മോനു വേണ്ടി നിന്റെ അച്ഛൻ ഈ അച്ഛൻ എൻ്റെ മോനു വേണ്ടി അവളെ ഇവിടെ കൊണ്ടുവരും. തീർച്ച എൻ്റെ മോനു വേണ്ടി അച്ഛൻ അവളെ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ രാഘവൻ നായരുടെ കയ്യിൽ കടന്നു പിടിച്ച് വിഷ്ണു നെഞ്ചു പൊട്ടുന്ന രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഘവൻ നായരോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് അവളെ വേണം അച്ഛാ. അവളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അവള് അത്രയ്ക്കും എൻ്റെ ജീവിതത്തിൽ എന്നോട് ചേർന്ന് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവളെ മതി അച്ഛാ എനിക്ക്. അച്ഛൻ പറഞ്ഞതുപോലെ പട്ടടയിലേക്ക് ഒടുങ്ങുന്നത് വരെ അവൾ മാത്രം മതി. ഇനി അഥവാ അവൾക്ക് എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ, അവൾ എന്നെ മറന്നെങ്കിൽ, ഞാൻ എരിഞ്ഞു തീരുമ്പോ
അപ്പോഴും ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം, എൻ്റെ നെഞ്ചും കൂടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഞാൻ എരിഞ്ഞു തീർന്നോളാം അച്ഛാ എന്ന് വിഷ്ണു പറയുമ്പോൾ രാഘവൻ നായർ, എടാ മോനെ, നീ എന്താടാ ഇങ്ങനെ എന്ന് ചോദിച്ച് രാഘവൻ നായർ വിഷ്ണുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാതെ വിഷ്ണു മുഖം തിരിച്ചിരുന്ന് സങ്കടപ്പെട്ടു. ആ കണ്ണുനീര് കണ്ട് സഹിക്കാനാകാതെ രാഘവൻ നായരും കരയുന്നു. അവസാനം രാഘവൻ നായർ വിഷ്ണുവിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, എടാ മോനെ, നിനക്ക് വേണ്ടി ഈ അച്ഛൻ അവളെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് രാഘവൻ നായർ അവിടെ നിന്ന് എഴുന്നേറ്റ് തനിച്ച് പോകാനായി പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ വിഷ്ണു രാഘവൻ നായരെ പിടിച്ചു. അച്ഛാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോഴേക്കും രാഘവൻ നായർ വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു, എടാ മോനെ, എനിക്ക് മനസ്സിലായടാ, അച്ഛന് മനസ്സിലായി എൻ്റെ പൊന്നുമോൻ്റെ മനസ്സിലേക്ക് അവള് എത്രത്തോളമാണുള്ളതെന്ന്. ഇവിടെ എവിടെയുണ്ടെങ്കിലും അവളെ ഈ അച്ഛൻ തീർച്ചയായിട്ടും എൻ്റെ മോൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കും. അത് ഈ അച്ഛൻ്റെ ജീവൻ പോയിട്ടാണെങ്കിലും ശരി എന്ന് രാഘവൻ നായർ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു രാഘവൻ നായരെ കെട്ടിപ്പിടിച്ച് അച്ഛ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം എനിക്ക് അവളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് രാഘവൻ നായരുടെ കാലിൽ കെട്ടിപ്പിടിച്ച് വിഷ്ണു കരഞ്ഞു. എനിക്ക് അവളില്ലാതെ പറ്റില്ല അച്ഛ എന്ന് പറഞ്ഞ് വിഷ്ണു സങ്കടപ്പെടുന്നത് കണ്ട് രാഘവൻ നായരെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഘവൻ നായരെ കെട്ടിപ്പിടിച്ച് അങ്ങനെ വിഷ്ണു സങ്കടപ്പെടുന്നത് കണ്ട് രാഘവൻ നായർ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ കരയിലടാ, അച്ഛനുണ്ട് നിന്റെ കൂടെ. അങ്ങനെ വിഷ്ണുവിനെ സമാധാനപ്പെടുത്തി രാഘവൻ നായർ താഴേക്ക് എത്തുന്നു. അപ്പോഴാണ് അവിടെയെങ്ങും ആരും തന്നെ ഇല്ല എന്ന് ഉറപ്പാക്കി ശ്യാമ പുറത്തേക്ക് ഇറങ്ങി ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ശാരദാമ്മ കോളെടുത്ത് മോളെ ശ്യാമയെന്ന് സംസാരിക്കുന്നു. ശാരദാമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ കുഞ്ഞേച്ചി ഇത് എവിടെയാ? അത് കേട്ടതും ശ്യാമയോട് ശാരദാമ്മ പറഞ്ഞു, എടി മോളെ, അവള് കളക്ട്രേറ്റില് എന്നറിയിച്ചു. അത് കേട്ട ഉടനെ ശ്യാമ ചോദിച്ചു, അമ്മ എന്താ എന്നെ കളിയാക്കുകയാണോ? അമ്മയ്ക്ക് ഒന്നും അറിയില്ലേ? കുഞ്ഞേച്ചിക്ക് ഇന്ന് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയത്തില്ലേ? കുഞ്ഞേച്ചിയുടെ ജീവിതം വെച്ചാണോ കുഞ്ഞേച്ചി ഇങ്ങനെ ഓരോന്നും ചെയ്തു കൂട്ടുന്നത് എന്ന് ശാരദാമ്മയോട് ചോദിച്ചു. ഈ സമയത്ത് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുന്ന രാഘവൻ നായർ ശാരദാമ്മയോട് ശ്യാമ സംസാരിക്കുന്നത് കേൾക്കാനിടയാകുന്നു. ശാരദാമ്മയോട് ശ്യാമ പറഞ്ഞു, അമ്മേ, കുഞ്ഞേച്ചി അത്ര നിസ്സാരക്കാരിയല്ലല്ലോ. ഇപ്പോ ഈ നാട് ഭരിക്കുന്ന ഈ നാടിന്റെ ജില്ലാ കളക്ടറാണ് കുഞ്ഞേച്ചി. അത് കേട്ടതും രാഘവൻ നായർ ഞെട്ടുന്നു. ഉടനെ ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി തല ഉയർത്തി ഈ വീട്ടിലേക്ക് വന്ന് കയറാവുന്നതേ ഉള്ളൂ. വിഷ്ണുവേട്ടൻ കഴുത്തിൽ കെട്ടിയ താലിയുമായി വിഷ്ണുവേട്ടന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നു കയറിയാൽ അതോടെ തീരും ഈ പെണ്ണ് കാണലും വിവാഹാലോചനയുമല്ല. അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കില്ലേ? എല്ലാത്തിനും ഒരു പരിഹാരമാവില്ലേ അമ്മേ എന്ന് ശാരദാമ്മയോട് ശ്യാമ വിളിച്ചു ചോദിക്കുന്നു. അമ്മേ, കളക്ടർ ബംഗ്ലാവും അത്രയും വലിയ പത്രാസുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞല്ലേ അമ്മയും കുഞ്ഞേച്ചിയും നമ്മുടെ പഴയ വീട്ടിൽ തന്നെ താമസിക്കുന്നത് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അതും രാഘവൻ നായർ കേൾക്കുന്നു. കുഞ്ഞേച്ചിക്കെങ്കിലും എന്ന് പറഞ്ഞ് ശാലിനിയെക്കുറിച്ച് ശാരദാമ്മയോട് സംസാരിച്ച് പെട്ടെന്ന് പിന്തിരിയുമ്പോൾ വാതിൽക്കൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്ന രാഘവൻ നായരെ കണ്ട് ശ്യാമ സംസാരം മുഴുവിപ്പിക്കാതെ അവസാനിപ്പിച്ചു. പെട്ടെന്ന് ഇടി മോളെ ശ്യാമേ എന്ന് ശാരദാമ്മ വിളിക്കുമ്പോൾ വേഗം ശ്യാമ കോള് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് കണ്ട രാഘവൻ നായർ ശ്യാമയെ തന്നെ നോക്കി. മോള് വിളിച്ചോ? മോള് സംസാരിച്ചോ എന്ന്. മോളെന്താ ഫോൺ കട്ട് ചെയ്തത്? സംസാരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ശ്യാമ എന്ത് പറയണമെന്നോർത്ത് ആകെ ടെൻഷൻ നിന്നു. ഉടനെ തന്നെ രാഘവൻ നായരുടെ ശ്യാമ മറ്റൊരു കള്ളം പറയുന്നു. അത് അഭയാശ്രമത്തിലെ അമ്മയാ വിളിച്ചത്. അന്ന് പപ്പിമോളുടെ പിറന്നാൾ ദിവസം നമ്മൾ പോയില്ലേ, അന്ന് പരിചയപ്പെട്ട അമ്മ എന്ന് പറഞ്ഞതും രാഘവൻ നായർ തല ഉലുക്കിക്കൊണ്ട് പറഞ്ഞു, അതിന് ആരാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് രാഘവൻ നായർ നേരെ അകത്തേക്ക് പോകുമ്പോൾ ശ്യാമ ആകെ ടെൻഷനിലായി. ഞാൻ പറഞ്ഞതെല്ലാം അച്ഛൻ കേട്ടിട്ടുണ്ടോ എന്ന ആശങ്ക ശ്യാമയുടെ മനസ്സിനെ അലട്ടുന്നു. അകത്തേക്ക് വന്ന രാഘവൻ നായർ ആ ഹാളിലിരിക്കുമ്പോ ശ്യാമ പറഞ്ഞ വാക്കുകൾ രാഘവൻ നായരുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഈ കുഞ്ഞേച്ചി നിസ്സാരക്കാരിയല്ല എന്നും ഈ നാട് ഭരിക്കുന്ന കളക്ടറാണെന്നുമുള്ള വാക്കുകളും കുഞ്ഞേച്ചിയും അമ്മയും ഇപ്പോൾ താമസിക്കുന്നത് നമ്മുടെ പഴയ വീട്ടിൽ തന്നെയല്ലേ, കളക്ടർ ബംഗ്ലാവൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എന്ന ശ്യാമയുടെ വാക്കുകൾ രാഘവൻ നായരുടെ മനസ്സിനെ അലട്ടുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് രാഘവൻ നായർ ഇരിക്കുമ്പോൾ ശാരദാമ്മ ഗോപാലകൃഷ്ണൻ അരികിലേക്ക് എത്തി പറഞ്ഞു, രാഘവേട്ടന് എന്തോ സംശയം തോന്നിയിട്ടുണ്ടെന്നാണ് ശ്യാമ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, സംശയം തോന്നിയിട്ടുണ്ടെന്നോ? അത് സംശയമല്ലല്ലോ, സത്യമല്ലേ എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായരെ കുറിച്ചുള്ള ശാരദാമ്മ ആശങ്കയോടുള്ള പറച്ചിൽ കേട്ടതും ഗോപാലകൃഷ്ണൻ ചോദിച്ചു, ശാരദേ, എന്തായാലും എനിക്കിതിനെ അനുവദിച്ചു തരാൻ കഴിയുന്നില്ല.
സത്യത്തിൽ പെൺബുദ്ധി പിൻബുദ്ധി എന്നാണ് പറയുന്നത്. എനിക്കിതിനെ ഒട്ടും അനുകൂലിക്കാനും ഇതിനൊപ്പം നിൽക്കാനും താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷേ ഞാൻ അതിനെ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും എന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം ഉണ്ടായപ്പോൾ അച്ഛൻ എവിടെയായിരുന്നു എന്ന് ശാലിനി എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. പക്ഷേ ശാരദേ, ഇനിയും എനിക്കിതിങ്ങനെ ഒളിച്ചു വെക്കാനാവില്ല. കാരണം ഇനിയും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഒളിച്ചു താമസിക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരാണായ നിങ്ങളും ഒപ്പമില്ലായിരുന്നോരാ ഗോപാലകൃഷ്ണ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും ശാരദേ? എന്തായാലും പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പതിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് വളരെ വൈകിപ്പോയി, ഇതൊത്തിരി നീണ്ടുപോയി. അതുകൊണ്ട് എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഇനി ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ, ഇതിനൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഞാൻ തന്നെ എല്ലാ സത്യങ്ങളും വിഷ്ണുമോനെ വിളിച്ചറിയിക്കും. വിഷ്ണുവിനോട് ഞാൻ തന്നെ പറയും എന്ന് രാഘവൻ നായർ ശാരദയോട് പറഞ്ഞു. അത് കേട്ട ശാരദ രാഘവൻ നായരെ നോക്കി പറഞ്ഞു, രാഘവേട്ട ഒന്ന് പതുക്കെ, അവൾ അകത്തുണ്ട്, കേൾക്കും. അത് കേട്ടതും ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, കേൾക്കട്ടെ, ഇനി ഇത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ശാരദേ. എന്തായാലും എല്ലാത്തിനും ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകണം ശാരദേ. അപ്പോഴാണ് ശാരദാമ്മയുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ് വന്നത്. ഉടനെ ശാരദാമ്മ വേഗം ചാടി എഴുന്നേറ്റിട്ട് ഗോപാലകൃഷ്ണനോട് പറഞ്ഞു, ഗോപാലേട്ടാ, ഇതാ വാതിക്കൽ ആരോ വന്നെന്ന് തോന്നുന്നു, പോയി നോക്ക്. അത് കേട്ടതും ഗോപാലകൃഷ്ണൻ ചോദിച്ചു, ഈ വയ്യാത്ത ഞാൻ തന്നെ പോണോ ശാരദേ? അത് കേട്ട ഉടനെ രാഘവൻ നായരെ നോക്കി ശാരദാമ്മ പറഞ്ഞു, പിന്നെ അല്ലാതെ രാഘവേട്ടൻ കുറച്ച് നടക്കണം എന്നല്ലേ വൈദ്യര് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അത് കേട്ട ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഇതിലും ഭേദം, ഇങ്ങനെ നടക്കുന്നേക്കാൾ ഭേദം കിടക്കുന്നത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ വാതുക്കലേക്ക് പതുക്കെ ഊന്നുവടിയും പിടിച്ചുകൊണ്ടിറങ്ങുമ്പോൾ വന്ന് നിന്ന ആ കാറിൽ നിന്ന് രാഘവൻ നായർ പുറത്തേക്കിറങ്ങി. കുടുംബശ്രീ എന്നെഴുതിയിരിക്കുന്ന ആ ഹോട്ടലിലേക്കും ശാരദാമ്മയുടെ വീട്ടിലേക്കും രാഘവൻ നായർ മാറി മാറി നോക്കി. അതിനുശേഷം ശാരദാമ്മയുടെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന ഒരു കാറ് കണ്ടതും അതിലേക്ക് രാഘവൻ നായർ അതിശയത്തോടെ നോക്കി. അതിനുശേഷം ആ കാറിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്ന ആ ബോർഡ് കണ്ടതും അതിശയത്തോടെ രാഘവൻ നായർ അരികിലേക്ക് ചെന്നു. ജില്ലാ കളക്ടർ എന്നെഴുതിയിരിക്കുന്ന ആ കാറ് കണ്ടതും രാഘവൻ നായർ വളരെ അഭിമാനത്തോടെ ആ കാറിനരികിലേക്ക് ചെന്ന് ആ കാറിനുള്ളിലേക്ക് നോക്കി. എന്നിട്ട് ആ കാറിനെ തൊട്ടുകൊണ്ട് രാഘവൻ നായർ വളരെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു, ജില്ലാ കളക്ടർ, ജില്ലാ കളക്ടർ എന്ന് ഒരു മന്ത്രം പോലെ അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ വാതിക്കലേക്ക് ഇറങ്ങി വന്ന ഗോപാലകൃഷ്ണൻ വീട്ടുമുറ്റത്തെങ്ങും ആരെയും കാണാത്തതോടെ ഇതെവിടെ പോയി, ആരായിരിക്കും എന്ന് സംശയത്തോടെ എല്ലായിടത്തേക്കും നോക്കുമ്പോൾ അപ്പുറത്ത് മാറിക്കിടക്കുന്ന ശാലിനിയുടെ കാറിനരികിൽ ആരോ ആ കാറിലേക്കെല്ലാം നോക്കുന്നത് കണ്ടു. ആ നിൽപ്പെല്ലാം കണ്ടതോടെ ഗോപാലകൃഷ്ണനാകെ സംശയമായി. ആരായിരിക്കുമെന്ന സംശയത്തോടെ ആരാ അത് എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് പിന്തിരിഞ്ഞ് രാഘവൻ നായർ നോക്കി. രാഘവൻ നായരെ കണ്ടതും രാഘവൻ നായരോ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണനോട് രാഘവൻ നായർ പറഞ്ഞു, അതേ ഗോപാലകൃഷ്ണ, രാഘവൻ നായർ തന്നെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ വാതിക്കലേക്ക് എത്തി. പതുക്കെ ആ സ്റ്റെപ്പ് തന്റെ ഊന്നുവടിയുടെ സഹായത്തോടെ പതിയെ കയറി വന്ന രാഘവൻ നായർ അവസാനം ഒന്ന് വീഴാനായി ഒരുങ്ങുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ രാഘവൻ നായരെ പിടിച്ചു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, വേണ്ട ഗോപാലകൃഷ്ണ, എന്നെ സഹായിച്ച് താൻ വീഴണ്ട. അല്ലെങ്കിലും അവനവന്റെ തടി അവനവൻ തന്നെ കാക്കണം എന്നല്ലേ പറയാറുള്ളത്. അങ്ങനെ പറഞ്ഞതും ഗോപാലകൃഷ്ണൻ മുന്നിൽ ആ രാഘവൻ നായർ ആ തിണ്ണയിൽ തന്നെ ഇരിക്കുന്ന കണ്ടതോടെ വരാന്തയിൽ ഇരിക്കുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അല്ല രാഘവൻ നായരെ, അകത്തേക്ക് കയറി ഇരിക്കാലോ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു, അത് സാരമില്ല ഗോപാലകൃഷ്ണ, എവിടെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. അല്ല, 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കാണുമ്പോ ഞാൻ വീൽ ചെയറിലും ഞാനന്ന് വീൽ ചെയറിലായിരുന്നു. എന്നാൽ 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എഴുന്നേറ്റപ്പോ താൻ ഈ ഊന്നുവടിയിലായല്ലേ. കാലത്തിന്റെ ഓരോ തമാശകൾ അല്ലേ, കാലത്തിന്റെ ഓരോ മാറ്റങ്ങൾ എന്ന് രാഘവൻ നായർ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ, എത്ര നാള് വേണം ഒരാളെ വാഴ്ത്താനും ഒരാളെ വീഴ്ത്താനും, അധിക സമയമൊന്നും വേണ്ടല്ലോ രാഘവൻ നായരെ എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നതോടൊപ്പം ആശങ്കയോടെ വീടിനകത്തേക്ക് നോക്കുന്ന ഗോപാലകൃഷ്ണന്റെ ടെൻഷൻ കണ്ട് രാഘവൻ നായരും വീടിനകത്തേക്ക് നോക്കുന്നു.